ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ഒരു സമയത്തെ എനർജിയിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റിയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഡിസ്റ്റൻസിലായിരിക്കാം. അത് ഫിസിക്കലി ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരു അകൽച്ചയിലായിരിക്കാം. അങ്ങനെ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളോട് വളരെയധികം കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ അവർ തികച്ചും ഒറ്റപ്പെട്ടു പോയ പോലൊരു ഫീലിങ്സാണ് അവർക്കുള്ളത്. അവർക്ക് തന്നെ ലഭിച്ചിരുന്ന അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാൻ, ഓക്കെ, അവർ തന്നെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഇല്ലാതാക്കി എന്നൊക്കെയുള്ള കുറേ തോന്നലുകൾ അവർക്കുണ്ട്. അതുപോലെ നിങ്ങളെ വിട്ട് ഒരിക്കലും ഇനി പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. കാരണം നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസിലായ സമയത്താണ് അവർക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള തേർഡ് പാർട്ടി എനർജീസ് റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിലും അവർക്ക് പുറമേ പ്രകടിപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളോട് പറയാനായിട്ട് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അത് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് ചേർക്കാനായിട്ടുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഐ ഫീൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊന്നും നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നവർ റിഗ്രറ്റ് ചെയ്യുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇതുപോലെ സ്റ്റേബിളായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നൊരു വ്യക്തിയാണ് ലൈഫിൽ. അവരുടെ ചൈൽഡ്ഹുഡ് മുതലേ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പലരുടെയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് തന്നെ അവരെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും, മറ്റുള്ളവരുടെ ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കാനൊന്നും ആ വ്യക്തി ഒരിക്കലും ശ്രമിക്കാത്തത് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള നെഗറ്റിവിറ്റീസ് തന്നെയാണ് അതിൻ്റെ കാരണം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് യെസ്, ഡെഫിനറ്റ്ലി വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരുപാട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ തികച്ചും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതായത് അവർ പലതും നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളായിരിക്കാം, അവരുടെ കുറവുകളായിരിക്കാം, അവരുടെ ചില വീക്ക്നെസ് ആയിരിക്കാം. അതെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് എപ്പോഴും ഈ വ്യക്തി ശ്രമിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന വ്യക്തിയാണ്. ചെറിയ ചെറിയ ഇൻസിഡൻസ് പോലും എപ്പോഴും നിങ്ങൾ അവരെ വിളിച്ച് പറയാനും അവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തിയും ആകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം പോലെയല്ല ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ കാര്യങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, ഞാൻ പെരുമാറുന്ന പോലെ നിങ്ങളൊരു തിരിച്ച് ഒരു 50% തിരിച്ച് എനിക്ക് എന്നോട് പെരുമാറാത്തത് എന്താണ് എന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ അവരിതെല്ലാം സ്വയം ഹീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്വയം കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നൊരു മൊമെൻറ്റ് കൂടിയാണ്. ഓക്കെ,
ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാനാവില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് കാണുന്നത്. ഒരുപാട് ലെസൺസ് ഇപ്പോൾ നിങ്ങളെ വിട്ടുപോയതിന് ശേഷം അവർക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് ലൈഫിൽ തന്നെ. അവർക്കതിന് അവർ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പരിഗണന തരാത്തത് കൊണ്ടൊക്കെയാണ് അവരുടെ ലൈഫിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് അവർക്ക് തോന്നലുണ്ടാവുകയാണ്. മേ ബി അത് അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം നിങ്ങൾ അത്രയും സിൻസിയറായിട്ട് ആ വ്യക്തിയെ പ്രണയിച്ചൊരു വ്യക്തി തന്നെയാണ്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്നവർ എടുത്ത് പറയുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. അവർ ഒരിക്കലും നിങ്ങളോട് അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തന്നെ സ്വയം അവരോട് ഒരു അൺവർത്തി ആയിട്ട് അവർക്കൊരു വിലയില്ലാത്ത പോലെ അവർക്ക് സ്വയം ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ. നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങളാണ് കുറച്ച് ബെറ്റർ എന്നവർക്ക് ചിന്ത വരുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം തന്നെ ശൂന്യത പോലെ, അല്ലെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നശിച്ചു പോയ പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ ലൈഫിലൊരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു സ്പേസിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. മേ ബി അത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർ ഇത്രയും ഡീപ്പായിട്ടൊന്നും ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം അവർക്ക് ലഭിച്ചപ്പോൾ അവർ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അവർ നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ ഹൃദയം തന്നെ തകർന്നു പോയ പോലൊരു ഫീലിംഗ് ആണുള്ളത്. അവരുടെ ജീവിതം തന്നെ തികച്ചും സ്റ്റക്കായി പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അവരൊരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരൊരുപാട് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർക്ക് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാമായിരുന്നു എന്നവർക്ക് തോന്നുന്നതാണ്. കാരണം പലപ്പോഴും അവരുടെ ഉള്ളിലെ ആ സ്നേഹം അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം അവർ ഹൈഡ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. അത് തെറ്റായി പോയി എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും അവർ ചിലപ്പോൾ പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു അവർക്ക് ഒരുപാട് കൂടുതലായിട്ട് ബിസി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് തരാനൊന്നും അവർക്ക് അല്ലെങ്കിൽ അത്രയും ഒരു കെയർ അല്ലെങ്കിൽ അറ്റൻഷനൊക്കെ തരാനായിട്ട് അവർക്ക് കഴിയാതെ പോയതെന്ന്. ഓക്കെ, ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ഡാമേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്, വല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ വ്യക്തിയെ കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നിങ്ങൾ അവർ ചെയ്ത പ്രവൃത്തികൾക്ക് കൂടുതലൊന്നും ഒപ്പോസ് ചെയ്യാൻ നിൽക്കാണ്ട് അതെല്ലാം നിങ്ങൾ സഹിക്കാനാണ് തയ്യാറായത്. നിങ്ങൾ പറയുന്നത് എനിക്ക് വേദന ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്നെ അത് ഹേർട്ട് ചെയ്യുന്നു എന്ന് ഒരിക്കലും നിങ്ങളും അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വേദന തരുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ തയ്യാറായി. പക്ഷെ ആ ഒരു സമയത്ത് അവർക്കും ആ ഒരു തിരിച്ച എനർജി കിട്ടാത്തത് കൊണ്ടായിരിക്കാം അവർ കൂടുതലായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരാളുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായത്. നിങ്ങളെന്താണ് സ്വയം ആ എനർജി നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് അത് പോയതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ അത്രയും ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ പറയുമ്പോൾ തിരിച്ചെന്തെങ്കിലും നമ്മൾ അത് എന്നെ വേദനിപ്പിച്ചു എന്നെങ്കിലും ഒരു വാക്ക് തിരിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ സ്വയം മനസ്സിലാക്കുന്ന വ്യക്തികളുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കുമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരുപോലെ പെയിൻ അനുഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വേ ആർ ഗോയിങ്. ഡെഫിനറ്റ്ലി അവർ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. അവർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഓരോ നിമിഷവും അവർ ചെയ്തു പോയതിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് അവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സെപ്പറേറ്റഡ് ആയിപ്പോയ രണ്ട്
പേരുടെയും ലൈഫ് വീണ്ടും ഒന്നിച്ച് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ആൻഡ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലാണ് അവരിപ്പോൾ ഓരോ ദിവസവും ഉള്ളത്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ, ഒരുപാട് അസത്യങ്ങൾ പറഞ്ഞു പോയതിലൊക്കെയും അവർക്കിപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ വ്യക്തി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എനർജീസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കാൻ, ഓരോ വ്യക്തിയും നിങ്ങളിപ്പോൾ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ആവാൻ കഴിയില്ല. പക്ഷെ നമുക്ക് കുറേയൊക്കെ ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജ് എന്താണെന്ന് ഒന്ന് വെളിപ്പെടുത്തുകയെങ്കിലും വേണ്ട ആവശ്യമുണ്ട്. എങ്കിലും മാത്രമേ പരസ്പരം പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതിലുള്ള കാര്യമാണ് ഇവിടെ കൂടുതൽ പേർക്കും ഈ ഒരു സെപ്പറേഷന് അല്ലെങ്കിൽ ഈ ഒരു വേദനയ്ക്കൊക്കെ കാരണമാകുന്നത്. അതുകൊണ്ട് നിങ്ങളത് സ്വയം സഹിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കാതെ പരസ്പരം തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേരുടെ ലൈഫിലും ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.